வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட மாம்ஸ் பாஸ் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். அது போக என் கசின் நியூ என்ட்ரி டு த ஃபேமிலி விஜய் ஃப்ரம் கும்பகோணம். ஹலோ. ஓகே, இதெல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாமா? போயிடலாம். ஓகே. வேண்டாம். ഇവനെങ്കിലും ഇത് പണിയിരിക്കാണെങ്കിൽ ഭൂലോകം പിന്നെയും കറങ്ങിക്കൊണ്ടേയിരുന്നു. വേണു വക്കീലിന്റെ 15 ലക്ഷത്തിന്റെ ക്ലെയിം ഭാരത് ഇൻഷുറൻസ് സെറ്റിൽ ചെയ്തു. ഒരു നെഗോഷിയേഷൻ പോലും ഇല്ലാതെ. ഇൻഷുറൻസ് മാനേജർ ആനി മാഡവും വേണു വക്കീലും തമ്മിൽ എന്തോ ടൈപ്പ് ഉണ്ട്. ആ വേണു വക്കീലും ഇൻഷുറൻസ് മാനേജറും തമ്മിൽ എന്തോ ടൈപ്പ് ഉണ്ടോ? മണ്ടനിപ്പഴ മനസ്സിലായി. എടാ, ആംബുലൻസ് ഡ്രൈവർ വിളിക്കുന്നു. സ്പീക്കർ ഫോണിലെടുത്തു. വക്കീലെ, കനാൽ പാലത്തിന്റെ സൈഡിലെ ഒരു ഇടി കിടന്നിട്ടുണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ, വേഗം എത്തണേ. ആ വിട്ടു. ഇങ്ങനെ ഒരു പാറോ വേണു അതെ, ഒന്ന് വന്നേ. ഞാൻ ആരും വിളിക്കണ്ട, പോലീസ് ഇപ്പൊ വരട്ടെ. ചേട്ടാ ഒന്ന് കേട്ടോ, ഒന്ന് വന്നേ. ഡോർ സ്റ്റക്കായി ഒന്ന്. കാറിൽ യാർ ഇരിക്കാ? தெரியல. യാർ കണ്ടിട്ട് ഒന്ന് വലി. കൺഫ്യൂഷൻ ആൻഡ് അപ്രേഷൻ ഓൺ ദ ഫേസ്. ഡീപ്പ് അപ്രേഷൻ. വേറെ ഓർമ്മ. ലക്ക് ഉണ്ടെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചർ 337A അല്ലെങ്കിൽ 2.5 ലക്ഷത്തിന്റെ ക്ലെയിം. ഇറ്റ്സ് എ ഗുഡ് നൈറ്റ്. പോലീസ് റോബി, നീ പോയി ബാഗ് എടുത്തിട്ടോ. വണ്ടി എടുത്ത് അങ്ങോട്ടേക്കോ. கூட யாருமே இல்லைன்னா தனியா போகணும்ல. கொடுமைதான். அவன் அடிக்க போறான்னு நினைச்சேன். அவன் அடிக்க போறாரா? இன்னும் எலும்பு உடைக்கிறதுக்கு இப்படி ஊங்கினர்ல அப்படி அடிக்க வந்த மாதிரி இருந்துச்சு. அவ்வளவு குருவல் இல்லைன்னு நினைக்கிறேன். ஓ நோ, இது அதோட குருவலா இருக்குடா. ரத்தம் இருக்கு, இது தெரிஞ்சிரும்ல உங்களுக்கு. அது பத்தி தான் இல்லை. அது பஸ் தான். அப்படியா? அவர் ஷர்ட்லயும் கரா இருக்கு. இப்போ ஒரு கையில இன்னும் இங்க் இருக்கும்ல. സൂരജേ, ഇവരാ നിന്നെ ഇവിടെ എത്തിച്ചത്? എന്താടാ? 2 ലക്ഷം രൂപ പൊട്ടും, ഫ്രണ്ട് മൊത്തം പോയി. ലോൺ എടുത്ത് കാർ മേടിച്ച് കൊടുക്കണമെന്ന് അന്നേ ഞാൻ പറഞ്ഞല്ലേ. വല്യമ്മ ഇനിയും കാശ് കടം മേടിച്ച് കാർ റിപ്പയർ ചെയ്ത് കൊടുക്കരുത്. അവൻ സ്വയം കാശ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കട്ടെ, എന്നാലേ കുറച്ചെങ്കിലും മെച്ചൂരിറ്റി വരും. അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ஏதோ தப்பா இருக்கு. ஃபிங்கர் வச்சுட்டாங்களா, அதனால கேட்கல. ஓகே, பட் தெரிஞ்சு செய்யணுங்கன்னா இவனே காசு கொடுப்பான்ல. ஆமா. இப்ப தெரியாம செய்யணும்னா எல்லா காசும் இவன் எடுத்துக்க போறான் போல. இருக்கலாம். அது ரொம்ப குருவலாச்சே. மணி மைண்டடா ஆயிட்டான்னு நினைக்கிறேன். ഇത്രയും നാൾ അലഞ്ഞതിൽ ஸ்டார்டிங்ல இருந்தே இப்படிதான் இருக்க மாதிரி. பட் ஒரு எத்திக்கா இருந்தான். ബോധം ഇല്ലാത്തവന്റെ വക്കാലത്ത് വാങ്ങുന്നതിന് ഒരു സുഖമുണ്ട്. சோகம் சைக்கோ பார்த்தா ഐ മീൻ കൺട്രോൾ. மாறிட்டு இருக்கான். சைக்கோ பார்த்தா கண்ட்ரோல்ல இருக்கு நினைப்பாங்க. ആധാറിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, പിന്നെ ഒപ്പിട്ടിട്ടുള്ള ഒരു ബ്ലാങ്ക് ചെക്ക്. ഇതിലൊന്നും ഇവിടെ നമ്മുടെ ചേട്ടാ. ശരി. പോയി. அங்கே இந்த மாதிரி ஸ்மார்ட் ப்ளே பண்றாங்க, நல்லா இருக்கு. ആ ഇരിക്കുക. എങ്ങനെയുണ്ട്? പെയിൻ കുറവുണ്ട്. വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞേ. കുടിക്കൂ. ഈ കേസ് പോവോ? നെവർ. ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ കൈ കിട്ടിയ കേസ് കയ്യിൽ നിന്ന് പോകാനല്ല. ഈ കേസ് എനിക്ക് വേണം. നാളെ വരാം. നമ്മളിനെന്താ ചെയ്യാ? നമ്മുടെ കയ്യിലുള്ള വക്കാലത്ത് നമ്മൾ ഫയൽ ചെയ്യും. അല്ല, ഫയൽ ചെയ്യുമ്പോ അത് ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്താവൂലേ? ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്തായാൽ കോടതിയിൽ പെറ്റീഷണർ ആരുടെ പേരാ പറയുന്നത് അയാളുടെ ഒറിജിനലായി കണക്കാക്കൂ. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ചെയ്ത വക്കീലിന് പ്രശ്നമാണ്. ജഡ്ജ് സംഗമേശ്വരൻ സാർ ആയതുകൊണ്ട് ചിലപ്പോൾ കരിയർ വരെ തീരുമാനമാവും. പണിയാവും. ஆமா, அவன் சைன் பண்ணது அவங்களுக்கு. നീ ഇത് ചെയ്യരുത്. യെസ്,
ഞാൻ ആഗ്രഹിച്ച ആ മുഹൂർത്തം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്തേ അടങ്ങുമെന്നാണെങ്കിൽ മടിക്കണ്ട, പറ. നമുക്ക് ഇതോടെ ഇല്ല നിർത്താം. ഹൗ ഡ്രമാറ്റിക് ആൻഡ് പ്രെഡിക്റ്റബിൾ. யாரும் சொல்ல நிஜம் சைக்கோபாத் போல. ഇറ്റ്സ് ടൈം ടു മൂവ്. இவன் எப்ப தான் இருக்கானு ആവശ്യമില്ലാത്ത ஒயிட் நினைச்சுக்கிட்டு இருக்கான். അയച്ചു കളയണം. അതാണ് അതിന്റെ ഒരു മര്യാദ. அதையும் வாங்காம அங்கேயே யூஸ். ഇനി അടുത്ത അധ്യായം. இப்போ அடுத்த பிட் எங்கேயா? ERP എന്നൊരു പേഷ്യന്റിന്റെ അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും എടുത്തു തരുമോ? പകരം എന്ത് തരും? എന്ത് വേണം? ரைட். கொத்து வாங்கிட்டாப்ல ஃபைனலி. நான் கூட யாரோ ஒரு ஏழைக்கு வந்து நீதி வாங்கி கொடுக்க போறாங்கன்னு நினைச்சு. நான் அவங்க டேட்டு கூப்பிட்டுருக்காங்கன்னு நினச்சேன். டப்புன்னு கோட்டு போட்டான். ഇന്ന് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? എനിക്കറിയാം. ആക്സിഡന്റ് രക്ഷിച്ചതിന് താങ്ക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വേണു വക്കീലിന്റെ പേര് പറയും. സത്യസന്ധത, പ്രായത്തിന്റെ. സൂരജിന് ലോൺ അടച്ച് തീർക്കണ്ടേ? அவங்க தான் உட்காந்துருக்காரு. OP 944/2021 സൂരജ് എസ്. സാർ ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്തുണ്ട്. ஓ, இங்க இருந்து ஆரம்பிக்குது. അതെ സാർ. പെറ്റീഷണറെ വിളിക്കട്ടെ? സുരേഷ്. സൂരജ്, இவர் ஆக்சுவலி സ്വരാജ്. പ്രശ്നം ഉണ്ടല്ലോ വേണം. എന്താ സാർ? വക്കീലും വക്കീലിന്റെ ജൂനിയറും കൂടി പറ്റിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പത്തെ ഒരു കക്ഷി ബാർ കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കക്ഷിയോ? നിങ്ങളുടെ കക്ഷി തന്നെ, ഒരു മഠത്തിൽ പ്രഭാ മഠത്തിൽ. ഇത് കോടതിയാണ്. அது எங்க அப்பாவுக்கு ஆக்சிடென்ட் ஆனப்போ പറഞ്ഞാൽ മതി. 1 ലക്ഷം കൊടുத்தாங்கன்னாங்க. സാർ ഇവര് ഇവരുടെ ഭർത്താവിന്റെ வாழைப்பழம் வாங்கி கொடுத்தாரு அந்த அக்கா தானே அவங்க. താൻ മുക്കി എന്നാ പരാതി. ബാർ കൗൺസിലിൽ മാത്രമല്ല, ரைட், அவனுக்கு டவுட் வந்துருச்சு. ബാർ കൗൺസിലിന്റെ ഹിയറിംഗ് കഴിയുന്നവരെ വക്കീലിന്റെ ഒരു കേസും കോർട്ടിന് പരിഗണിക്കാൻ പറ്റില്ല. അല്ല സാർ. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, വാട്ട്സ് യുവർ എക്സ്പ്ലനേഷൻ? എങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്ത്? യുറോണർ, ഒറിജിനൽ എന്റെയാണ്. സാർ ഇവൻ കള്ളം പറയുന്നത്. യുറോണർ, ആക്സിഡന്റ് നടന്ന സമയത്ത് ഒന്ന് സൈൻ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്റെ കക്ഷി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തമ്പി ബ്രഷം വാങ്ങിയത്. ശരിയാ സാർ, എന്റെ വക്കീൽ മുകുന്ദനുണ്ണിയാ. ഹ്യൂമൻ ബീങ്സ് നെവർ ഡിസപ്പോയിന്റ് മീ. സാർ ഇവനും കള്ളം പറയുന്നത്. ഈ വക്കാലത്തിൽ സൂരജിന്റെ ഒപ്പാണെന്ന് നോക്കും. സാർ ഇത് തന്റെ ഒപ്പാണോ? ഈ ഒപ്പൻ്റെയാ, പക്ഷെ ഞാനിട്ടതല്ല. ഡേഞ്ചർ. ചൂടത്ര പോരാ, ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിക്കാം. ആളി കത്തട്ടെ. സർ, കൈ ഒടിഞ്ഞ ആൾ എങ്ങനെയാണ് സർ സൈൻ ചെയ്യുന്നത്? ഈ സിഗ്നേച്ചർ ഒക്കെ ഫോർജ്ഡ് ആണ് സർ. എന്താ വേണം? முடிஞ்சு. എത്ര കൊല്ലമായി അപ്പിയർ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴും ആർത്തി അവസാനിച്ചിട്ടില്ലല്ലേ? ഇന്ന് വൈകുന്നേരം 5 മണിക്കകം ഈ ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്ത് എങ്ങനെ വന്നു എന്നുള്ളതിന് കോടതിക്ക് എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണം. ബാക്കി ആക്ഷൻ വഴിയെ. സൂരജ്, യുവർ കൗൺസിൽ ഫോർ പെറ്റീഷൻ വുഡ് ബി അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. എന്റെ ആദ്യത്തെ കേസ്. താങ്ക് യു യുറോണർ. ഇവൻ മോണോപ്പൊളിയാവാൻ പോறான் இப்போ. വേണു വക്കീലിനെ ജഡ്ജ് താക്കീത് ചെയ്ത സ്ഥിതിക്ക് ഇനി സംഗമേശ്വരൻ സാറിന്റെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ വക്കീല് ബുദ്ധിമുട്ടും. ஓ, அவங்களுக்கு இது பண்ணிட்டு அட்வான்ஸ் போட்டான். This is an opportunity. I should make hay while the sun shines. இதுவும் ஒரு ஆப்பர்ச்சுனிட்டி தான் உனக்கு. ഉണക്കപ്പുല്ലുണ്ടാക്ക. വേണു വക്കീലിന് പകരം ഇനി മുകുന്ദനുണ്ണി. റേബൻ ഗ്ലാസസ്. மேல் கிளாஸ் வச்சிருக்கு. ആഹാ, അന്തസ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ റെഡി. ഉപ്പോ എത്ര വക്കാലത്ത്? പേരെന്താ പറഞ്ഞു? മുകുന്ദനുണ്ണി. அடுத்த சொராஜ் ஆயிட்டு இருக்கா அப்படி. മുകുന്ദനുണ്ണി. எனக்கு இருக்கு. റൂം നമ്പർ 6745. ஆஹா, ஃபாஸ்ட் ஃபார்வர்ட்ல போயிட்டு இருக்கானே. അയ്യോ. അതിനുള്ളിൽ എല്ലാം റെഡിയാക്കാം. ഇത് ഹോസ്പിറ്റലിൽ ചെലവായത്. ഇത് സെബാറ്റി ഡോക്ടർക്ക്. പ്ലീസ്. ഇത് മീനാക്ഷിക്ക്. கங்கா வந்தா. 2000. വണ്ടി ഓണർ, ഡ്രൈവർ. പിന്നെ ഇത് നിനക്ക്. നിനക്ക് റൂം നമ്പർ 115 86 20 90. സാർ 2016 ബേസ് മോഡലാണ്. അപ്പോൾ എയർ ബാഗ് ഡ്രൈവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അങ്ങനെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിലുണ്ടാവും സാർ. ഇത് ഉറപ്പിക്കാം. புது பைக் மாட்டிருக்கு இல்லையா? இல்ல அதே பல்சர் தான். എന്തെങ്കിലും അപ്പൊ അറിയിച്ചാൽ മതി. ஆபீஸ் போட்டாச்சு.
സാറേ ബോർഡിൽ പേരെന്താ വെക്കണ്ടേ? അത് ഞങ്ങളുടെ அதேதா நினைச்சேன் நான் முன்னாடி. நைட்டு ஃபுல்லா எவன் ஆக்சிடென்ட் ஆகி வரானா அவனை போயிட்டு அப்படியே கையெழுத்து வாங்கிடலான்னு. ഹലോ വക്കീല് ബിസില? ഇതൊക്കെ വക്കീലാണോ ചെയ്യുന്നത്? ഒരു ക്ലർക്കിന് അപ്പോയിന്റ് ചെയ്തോടെ? അല്ല, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യരുത്. പക്ഷെ എല്ലാ കാര്യത്തിൻ്റെ ഒരു ചരട് നമ്മുടെ കയ്യിൽ വേണം. വക്കീൽ തന്നെ കേസ് പിടിക്കുക, വാദിക്കുക, അങ്ങനെ എത്ര എണ്ണം ഹാൻഡിൽ ചെയ്യും? ഇപ്പൊ ഏകദേശം ഒരു 700 ആക്സിഡന്റ് കേസെങ്കിലും ഉണ്ട് വർഷത്തിൽ വയനാട്ടിൽ. പകുതിയും സ്പോട്ടിൽ തന്നെ സെറ്റിൽ ആവും. ബാക്കി പകുതിയുടെ 4/1 മെർക്കുറിയിലെത്തും. അതായത് 700ന്റെ പകുതി 87.5. അത് തന്നെ, അറൌണ്ട് 88 കേസ്. അത് നമുക്ക് കിട്ടിയാലോ? நமக்கு എങ്ങനെയാണെന്നല്ലേ ചിന്തിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി സർവീസിന്റെ ടെൻഡർ നമ്മൾ പിടിക്കുന്നു. ഏകദേശം ഒരു 30 ലക്ഷം രൂപ. പകുതി ഞാനിടുന്നു, പകുതി വക്കീലിടുന്നു. സെക്യൂരിറ്റി ഗാർഡ്സിന് ഹോസ്പിറ്റലിലെ എല്ലാ ബ്ലോക്സിലേക്കും അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ഉണ്ട്. അവരെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. ആ ഏജൻസിക്ക് എല്ലാ വർഷവും ഒരു ടെൻഡർ ഉണ്ട്. അത് നമ്മൾ പിടിച്ചാൽ ഹോസ്പിറ്റലിലെ എല്ലാ ഗാർഡ്സും നമ്മുടെ എംപ്ലോയീസ് ആവും. എന്ന് വെച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക് സെക്യൂരിറ്റി സർവീസിലെ എല്ലാ ഗാർഡ്സും നമ്മുടെ ഏജൻസാണ്. ഐഡിയ കൊള്ളാം. കിളവൻ പേടിച്ചു തുടങ്ങി. യെസ്, ഐ എം ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഈ 30 ലക്ഷം അത്ര വലിയ തുകയൊന്നുമല്ല. എല്ലാ കേസും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 6 മാസം കൊണ്ട് ഇരട്ടി തുക നമുക്ക് വസൂലാവും. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ടെൻഡർ താൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ മതി. എൻ്റെ അമ്മയുടെ കേസ് ഞാൻ പിടിച്ചോണ്ടല്ലേ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പിടുത്തം കിട്ടിയത്, അല്ലേ? அதுக்கு என்ன பண்றது? സെന്റിമെന്റൽ അറ്റാക്കാ. സെന്റിമെന്റൽ താൻ ഇനിയും ഇവിടെ കിടന്ന് ചൊറിഞ്ഞ തൻ്റെ പിത്ത കവിളിൽ കത്തി കുത്തി ഇറക്കി നാക്കരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. മനസ്സിലായോ? தெரஸ் பீச்சா இருப்பார் போலயே. ഇരട്ട കളവ. ரெக்கார்ட் பண்ணிட்டு போறோம். இல்ல நர்வஸா இருக்கு தானே அப்படி ஆக்ட் பண்றாரு போல. மேபி ரெக்கார்ட் கூட பண்ணிருக்கலாம். ஆனா அவன் எதுவுமே கூட கொடுக்கலையே. திட்டினது கூட இவரு உசார பண்ணிட்டான்ல, எதுவும் பேசல. என்ன நோட் பண்ண நர்வஸா இருக்கும்போது மாதிரி ஃபோன் அப்படியே எடுத்து வைக்கிறான். എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ ഡോക്ടർക്ക്? വേണു വക്കീലിനേക്കാൾ ഇരട്ടി കേസ് അതല്ലേ? ഈ ഹോസ്പിറ്റലിലെ എല്ലാ കേസും എനിക്ക്. അത് അത്യാഗ്രഹം. ഡോക്ടർ വിചാരിച്ചാൽ നടക്കും. എൻ്റെ ക്ലയൻസിനല്ലാതെ വേറെ ആർക്കും ഡോക്ടർ വൂണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. മോണോപ്പൊളി അത് വേണ്ട വക്കീലേ. അങ്ങനെ വന്നാൽ പിന്നെ വക്കീല് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. അത് ശരിയാവില്ല. എന്താ നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി ഡോക്ടറിന്റെ ഒരു ടെസ്റ്റിമോണിയൽ വേണമായിരുന്നു. അവര് പറഞ്ഞു വിൻസെന്റ് ഡോക്ടർ പറഞ്ഞിട്ടാ പുതിയ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ. ചെയർമാന്റെ മോന്റെ പുതിയ പരിഷ്കാരം ഇപ്പൊ ശരിയാകുന്നുള്ള ലൈനാ. എന്താ ഡയറക്ടറുടെ പോയിന്റ് പോരാൻ വേണ്ടിதான். വക്കീലിനോട് കുറച്ച് ദിവസമായിട്ട് കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വക്കീൽ എന്തിനാ ഈ പണിക്കിറങ്ങിയേ? അല്ല, സാധാരണ ഈ LLB ഒക്കെ കഴിയുന്നവര് വേറെ പല ജോലികൾക്കും പോകാറുണ്ടല്ലോ. ഇപ്പൊ ലോ ഫാമിൽ കയറാം, ബാങ്കിൽ പോവാം, PSC എഴുതി സർക്കാർ ജോലിക്ക് കയറാം. ഞാൻ PSC എഴുതുന്ന എന്റെ ഇൻട്രസ്റ്റ് അല്ല കേട്ടോ. പിന്നെ കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡ് ഇട്ടാണെങ്കിൽ സേഫ് ആൻഡ് സെക്യൂർ ജോബ് മസ്റ്റാ. പക്ഷെ ഒരു സർക്കാർ ജോലിയിൽ എൻ്റെ ലൈഫ് കളയെന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ മീനാക്ഷിക്ക് എന്താ ഇഷ്ടം? എനിക്കിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിനൊക്കെ പോവാ, നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, അതൊക്കെ തന്നെ. സത്യം പറയല്ല വക്കീലെ, എനിക്ക് ജോലി ചെയ്യുന്നതേ ഇഷ്ടമല്ല. ഇനി പറ, വക്കീൽ എന്തിനാ പണിക്കിറങ്ങിയേ? ആ ആംബുലൻസിന്റെ ഒച്ച കേട്ടില്ലേ? എനിക്കതൊരു അലാം ക്ലോക്ക് പോലെ. ഓരോ കേസ് കഴിയുമ്പോഴും എന്തൊക്കെയോ നേടി എന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അലാം ക്ലോക്ക്. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ വിശ്രമിക്കാൻ വിടരുത്. ഇനിയും മുന്നോട്ട്, അത് മാത്രമായിരിക്കണം ലക്ഷ്യം. അപ്പൊ മുന്നോട്ട് പോയില്ലെങ്കിലോ? വക്കീൽ തോറ്റുപോയാലോ? തോക്കുന്നതിനേക്കാളും ഭേദം ചത്തു തൊലയുന്നതാണ്. സിവിയർ ഹെഡ് ഇഞ്ചുറി, വോമിറ്റിംഗ്, പോസിബിലിറ്റി ഫോർ ബ്രെയിൻ ഹെമറേജ്. എന്റെ ജനറേറ്റർ ആണല്ലേ? ലൂസ് കണക്ഷൻ ആയിരിക്കും, ഞാൻ നോക്കിയിട്ട് പോരാ. സീറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ കൊണ്ടുപോ. യു മസ്റ്റ് എക്സ്പ്ലോർ ദ വൂണ്ട്. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ 25 ലക്ഷത്തിന്റെ ക്ലെയിം. ഒരു ICUലേക്ക് മാറ്റിയിട്ടുണ്ട്. ആയിരിക്കുന്നുണ്ട് റിലേറ്റീവ്സ്. പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് മാത്രമേ അകത്തേക്ക് കടത്തി വിടുള്ളൂ. ചേട്ടാ, ഞങ്ങൾ റിലേറ്റീവ്സാ. പാസ് ഉണ്ടോ? പാസ്സാ. പാസ് വേണം. പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് വിടാൻ പറ്റൂ. സെക്യൂരിറ്റി യൂണിഫോം ഉണ്ടല്ലോ. ഷിറ്റ്,
ഈ പാസും ഫീസൊക്കെ എപ്പോ ഉണ്ടായത് ഒരു കോണത്തിൽ എടുത്തിട്ടാൻ പോളാം. എന്താ പ്രശ്നം? അല്ല പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞു. ഇത് ICU വാർഡാണ്. ഒച്ചപ്പാടൊന്നും ഇവിടെ പറ്റില്ല. മെയിൻറ്റെയിൻ സൈലൻസ്. സെക്യൂരിറ്റി കോൺട്രാക്ട് ഇത്ര പെട്ടെന്ന് മാറിയോ? ശരിക്കും നെക്സ്റ്റ് മന്ത് തൊട്ടാ പുതിയ കോൺട്രാക്ട് തുടങ്ങുന്നത്. പിന്നെ വേണുവെക്കുള്ള ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളാം. എന്താ വക്കീലെ, പ്ലാനൊന്നും വർക്കൗട്ട് ആവണില്ലേ? ഒരു ബ്രെയിൻ ഹെമറേജും ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചറും ആകെ മൊത്തം ടോട്ടൽ 25 lakhs ക്ലൈം. ഈ ബ്ലോക്കിൽ മാത്രം എനിക്ക് 7 ഗാർഡ്സാ ഉള്ളത്, അതായത് 7 ഏജൻസ്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ഒരുമിച്ച് പിടിക്കാം. അപ്പം നിനക്ക് അഹങ്കാരം. കൂടെ പോരുന്നുണ്ടോ? ഞാനിപ്പോൾ എൻ്റെ ജൂനിയേഴ്സിന് കൊടുക്കുന്നത് 30K. எங்க போய் முடிய போகுது அது? இதான் ஏழை வர்ற மாதிரி இவன் ஒன்று அடிச்சுட்டு போகிறான், அவன் ஒன்று அடிச்சுட்டு போகிறேங்கிற மாதிரி இருக்கு. റോബി, നെക്സ്റ്റ് മന്ത് തൊട്ട് നിനക്കും 30K. இதை முன்னாடியே பண்ணிருக்கணும் நீ. இதானா ഹലോ, വേണു വക്കീലിന് മൊബൈലിൽ കിട്ടുന്നില്ല, ഒന്ന് കൊടുക്കോ, അർജന്റാ. വക്കീലെ വക്കീലെ, ഒരു കോൾ ഉണ്ട്, എന്തോ അർജന്റ് കേസാന്ന് പറഞ്ഞ. ഫ്രാക്ചർ ആണോ? இது play பண்றான். ஆமா, ஐயோ, கால் ப்ளே பண்றாங்க ஏதோ. சும்மா இதெல்லாம் வந்துட்டு டூ மச்ப்பா. உண்மையாலுமே சைக்கோபாத் தான் போல. அதான் நீ அடுத்த லெவலில் நீ ஏதாச்சும் பண்ணிக்காமி உனக்கு அவன் போட்டியா நினைக்கிறேன்னா, 2 பேருமே கிரைம் தான் பண்றீங்க. ஆக்சுவலி இவன் இப்போ இவனுக்கு ஆக்சிடென்ட் கேஸ் இவன் தான் எடுக்க போறான்னு நினைக்கிறேன். நான் கெஸ் பண்ணேன், பட் அது நடக்காது வந்து தோணுது. போட்டியா இருக்கணும், கொல்லணும்னு நினைக்கிறதுலாம் என்னையா மைண்டு? என்ன வேகமா போகுது அந்த காரு. மேலே பிரிட்ஜ் மேலே எங்கே ஏறுறான்? அது ஹில் ஸ்டேஷன் போல, மேலே ஏறிட்டு. இன்ட்ரெஸ்டிங். ஐயோ, போச்சு. ஆக்சிடென்ட் ஆயிடுச்சா? கடவுளே. நல்லா எடிட் அது, ஆக்சுவலி எடிட் பண்ணாங்க அதை. ஸ்பைடர் படத்துல எஸ் சூர்யா எல்லாரும் அழுகிறத பார்த்து போய் திருச்சிட்டு பல்ல ஒரு மாதிரி. அது மாதிரி இவன் யாருப்பா அவன்? என்ஜாய் பண்ணி எடுத்துருக்கோம். இது நல்லா சினிமாட்டிக்கா பண்ணிருக்காங்க. ഇത് ലവ് എന്ന പേര് പകരം കവിത പോലെ ഞാൻ വിചാരിച്ചതിനേക്കാൾ മനോഹരം. என்ஜாய் பண்ணி பார்க்குறாரு. டேய் போய் காப்பாத்துறா. ஓ, நான் கூட வாட்ஸ்அப் அது ஸ்கிரீன்ல ஏதோ விளையாடிட்டு இருக்கானுங்க. சரி, அவனுங்க ஃபுல் ஸ்கிரீன் வந்துருச்சு இருப்பேன். ஆமா, இவெல்லாம் கிராப் சடனா ஃபுல் ஸ்கிரீன் செத்தே போயிட்டாரா? നല്ലൊരു മനുഷ്യൻ செத்தே போயிட்டாரு. நல்ல என்னையா இது? ഈ കേസ് தெரிந்தல അയാൾ തട്ടിപ്പോയത് വണ്ടി ഇടിച്ചല്ല, പാമ്പ് കടിച്ച. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? ഇല്ല. ഒരു ചെറിയ ചേഞ്ചിൽ നമുക്കിതൊരു ആക്സിഡന്റ് ആക്കാൻ പറ്റും. അത് വേണം. വേണം. വേണു വക്കീലിന്റെ വൈഫിന് ഫൈനാൻഷ്യലി നല്ല ആവശ്യമുള്ളതാ. ആ കോൺട്രാക്ട് പിടിച്ചൊക്കെ വലിയ എമൗണ്ടിന്. സാറിന് അറിയാലോ, എൻ്റെ സ്ഥാനത്ത് വേണു വക്കീലാണെങ്കിലും ഇങ്ങനെ പറയൂ, അതെനിക്ക് ഉറപ്പുണ്ട്. വക്കീലിന്റെ വൈഫ് அவன் பண்ற தப்புன்னு டிடெக்ட் பண்ணிட்டான். தப்புதான், அதனால பயம் வந்துருச்சு அவனுக்கு. இவன் வந்து ரொம்ப எக்ஸ்ட்ரீமா போறான். ഇൻഷുറൻസ് മാനേജർ ആനി വേണു വക്കീലിന്റെ ഭാര്യ. ചേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. അയ്യോ, വേണു വക്കീലിന്റെ വേറെ ബോർഡ്സ് അന്വേഷിക്കാതിരുന്ന എ ബിഗ് മിസ്റ്റേക്ക്. ഇത്തരം മിസ്റ്റേക്സ് ഞാൻ ഇനി ആവർത്തിക്കരുത്. മാഡം. എന്താ വക്കീലെ, വക്കാലത്തിനാണോ? ഇവൾ അമ്പിനും വില്ലിനും അടുക്കൂല, പക്ഷെ വൾണറബിളാണ്. ഇമോഷണലി സമീപിക്കാം. മാഡം വിചാരിക്കുന്ന പോലെ ഒരു വക്കീലല്ല ഞാൻ. വേണുവേട്ടന്
ഞാൻ എപ്പോഴും എൻ്റെ ഒരു മെൻറ്ററായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം എൻ്റെ സീനിയർ അല്ലേ മാഡം? ആ, ഇറ്റ്സ് വർക്കിംഗ്. സെക്യൂരിറ്റി സർവീസസിൻ്റെ ടെൻഡർ നമുക്ക് ഒന്നിച്ച് പിടിക്കാടാ എന്ന് വേണുവേട്ടൻ എന്നോട് പറഞ്ഞതാ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. 30 lakhs അതൊരു വലിയ എമൗണ്ട് അല്ലേ മാഡം? സോ ഫാർ സോ ഗുഡ്. ഐ എം ഇംപ്രസ്ഡ് വിത്ത് മൈ സെൽഫ്. മാഡത്തിന് ഓക്കെ ആണെങ്കിൽ കോൺട്രാക്റ്റ് ഞാൻ നടത്താം. ഈ സമയത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് അതൊരു വലിയ ഹെൽപ്പാവില്ലേ? ഈ ബിസിനസ്സിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഞാൻ ആർക്കും കൊടുക്കാനും പ്ലാനില്ല, പ്രത്യേകിച്ചും തനിക്ക്. അഹങ്കാരി. ஆனா டீலிங் பேசுற டைம் இது கிடையாது. ஆமா ஆமா. ஒரு நாள் 2 நாள் விட்டாச்சு நீ போய் பேசலாம். അവരുടെ ഒക്കെ ഗതി ഇത് തന്നെയാ. ഇവളെ അങ്ങ് കൊന്നാലോ? இவன் ரொம்ப டேஞ்சர். பாம்பை விட அவன் டேஞ்சரா இருக்கான். அவன் ஃபீலே பண்ண தப்பு. அவனுக்கு ஃபீலிங்ஸே அவன் ஃபீல் பண்ணா நீ ஜாலியா ஃபீல் பண்ணான். ഈ ടൈം കൊണ്ട് കേപ്പിൽ പോയി ഒരു കേസ് പിടിക്കാം. റോബി, മാനേജ്മെന്റ് സയൻസിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിഫറെന്റ് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തവരെക്കാൾ സക്സസ്ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റിൽ മൊണോപ്പൊളി ഉള്ളവർക്ക്. എനിക്ക് വേണ്ടത് ആ മൊണോപ്പൊളിയാ. ആ சேர்ந்துடா. വക്കീലേ, நீ மோனோபொலியாவது எல்லாரையும் போட்டு தள்ளிட்டு இருப்பியாடா? വക്കീല് ലാസ്റ്റ് പിടിച്ച കേസിന്റെ ബോണ്ട് സർട്ടിഫിക്കറ്റ്സാ. ജൂനിയർ ഒരു കുട്ടിയുണ്ട്, അത് അത്ര പോരാ. ഇവിടെ ഉളുപ്പുണ്ടോ എനിക്ക്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ പിടിച്ചോളാം. കൊടുത്ത് സെബാറ്റി ഡോക്ടർക്ക് സെക്യൂരിറ്റി സർവീസസിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടോ? സെബാട്ടി ഡോക്ടർ വെറും അഡ്മിൻ അല്ലേ? അതൊക്കെ ഡയറക്ടർ ബോണ്ട് ഡിസിഷനാ. അവരെ കിട്ടാനൊക്കെ വലിയ പാടാ. പിന്നെ ജോർജ് സാറിന്റെ ഒരു മോനുണ്ട്, നമ്മുടെ MLA രേഷ്മ ജോർജിന്റെ. വക്കീൽ അറിയും, വിൻസൻ ഡോക്ടർ. This is getting complicated. പലരെയും കൊല്ലേണ്ടി വരും. ஐயோ, சைக்கோபாத்தா பாவன். ஆவியா வந்துட்டார் போல இரு. Hallucination. An experience involving the apparent perception of something not present. മാസി ഉണ്മ സൈക്കോപാത്താ പോല. ഇല്ലാത്തതുണ്ടെന്നുള്ള തോന്നൽ. ആദ്യമായി എനിക്കിത് നടന്നത് 1992-ൽ. അപ്പൂപ്പൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ പടക്കമെറിഞ്ഞ് പൊട്ടിച്ച് കൊന്നപ്പോഴാണ്. കാരണം ഇപ്പൊ എന്റെ പ്രയോറിറ്റി സെക്യൂരിറ്റി കോൺട്രാക്ട് മാത്രമാണ്. இவன் சாதாரண ஆள் இல்ல. இவன் போற வழியில நிறைய பேரை கொண்டு இருக்கான். அப்ப அதோட ஃபர்ஸ்ட் கோல் இல்ல. Born with அடுத்த ஸ்டோரியில சொல்லுவான் ஏதாச்சும். Grounded, straightforward. அந்த எம்எல்ஏயோட பையனா and extremely handsome. ഇവാള് ജനിക്കുമ്പോ തൊട്ട് കാശ് കണ്ടതുകൊണ്ടാവാം കാശിനോട് ഒട്ടും തന്നെ ആർത്തിയില്ല. This is tricky. This is very tricky. ഇവനെ പോലെയുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു കൈ നോക്കാം. ஓகே கைஸ், நம்ம வந்து பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். Bye.